നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഈ വേൾഡ് കപ്പിൽ മികവ് കാണിക്കാൻ സാധ്യതയുള്ള 50 താരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അത് വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് വേൾഡ് കപ്പിനെത്തുന്ന ബെസ്റ്റ് 50 താരങ്ങൾ ESPNൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ അത് പക്ഷേ ഓരോ താരങ്ങളുടെയും വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയും, അങ്ങനെ ടീം വേൾഡ് കപ്പ് നേടിയാൽ മാത്രം പോരാ, അതിലവർ മികച്ച പ്രകടനം നടത്തുമോ, ഇതൊക്കെ പരിശോധിച്ചു കൊണ്ടുള്ളൊരു റാങ്കിങ് ആണ്. അപ്പോൾ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ടയർ 7 നമ്മൾ താഴെ നിന്ന് പോവുകയാണേ. ഏറ്റവും താഴെ വിന്നേഴ്സ് ഫോർ ദെയർ ക്ലബ്ബ് ബട്ട് മെ നോട്ട് ബി ഇൻ എ വേൾഡ് കപ്പ്. അവരുടെ ക്ലബ്ബിൽ അവർ വലിയ വിന്നേഴ്സൊക്കെ ആയിരിക്കും, പക്ഷേ വേൾഡ് കപ്പിൽ അതുപോലെയുള്ള പ്രകടനം നടത്താനുള്ള സാധ്യത കുറവുള്ള താരങ്ങൾ ഒരു 10 താരങ്ങളുടെ ലിസ്റ്റ്. ഒന്ന്, ഈജിപ്തിൻ്റെ മുഹമ്മദ് സലയുടെ ഈജിപ്ത് ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു കളിയും ജയിച്ചിട്ടില്ല. ഇനി ഇത്തവണ അത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. സോ അദ്ദേഹം 50-ാം സ്ഥാനത്ത് വരുന്നു. 49-ാം സ്ഥാനത്ത് കായ് ഹാവേർട്സ്, ജർമ്മനിയുടെ മുന്നേറ്റ നിര താരമാണ്. ജർമ്മനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇപ്പം അദ്ദേഹം ആ ഒരു മികവ് കാണിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പോർച്ചുഗലിൻ്റെ ബെർണാഡോ സിൽവയാണ് 48-ാം സ്ഥാനത്ത്. പോർച്ചുഗൽ കിരീടം ചൂടുകയാണെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് പലരും ഇപ്പോൾ കണക്കാക്കുന്നുണ്ട്. പക്ഷേ ബെർണാഡോ ആയിരിക്കും അവരുടെ സൂപ്പർ താരം, സാധ്യത കുറവാണ്. വേൾഡ് കപ്പിൽ വിറ്റിഞ്ഞയെ പോലെ, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയൊക്കെയുള്ള താരങ്ങൾ അവിടെ ഉണ്ടല്ലോ. 47-ാം സ്ഥാനത്ത് ഫ്രാൻസിൻ്റെ യൂൾസ് കൂണ്ടെ, ബാഴ്സലോണയ്ക്ക് വേണ്ടി വളരെ പ്രാധാന്യത്തോടു കൂടി കളിക്കുന്ന താരം. ഫ്രാൻസ് വിജയിക്കുമ്പോൾ അദ്ദേഹം സൂപ്പർ താരമാവാനുള്ള സാധ്യത കുറവാണ്. ക്രൊയേഷ്യയുടെ ഡിഫൻഡർ ജോസ്കോ ഗാഡിയോൾ 46-ാം സ്ഥാനത്ത്. 45-ാം സ്ഥാനത്ത് അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. വാവ്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തിയിട്ടാണ് കിരീടം ചൂടിയത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലും ചെറിയ ആശങ്കകളും സംശയങ്ങളൊക്കെ ഉണ്ട്. എനിവേ അദ്ദേഹം 45-ാം സ്ഥാനത്ത് വരുന്നു. 44-ാം സ്ഥാനത്ത് ഗബ്രിയൽ മെഗല്ലസ്, ബ്രസീലിൻ്റെ ആഴ്സണലിൻ്റെ സെൻറ്റർ ബാക്ക്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ടാക്കിളുകളും മറ്റും ഒക്കെ പലരെയും ഒന്ന് പ്രകോപിപ്പിക്കാറുള്ള തരത്തിലുള്ളതാണ്. എന്നാലും അദ്ദേഹം വരുന്നു 44-ാം സ്ഥാനത്ത്. 43-ാം സ്ഥാനത്ത് ഇക്വഡോറിൻ്റെ സെൻറ്റർ ബാക്ക്, PSG സെൻറ്റർ ബാക്ക് വില്യം പാച്ചോ 43 വരുമ്പോൾ 42-ൽ അദ്ദേഹത്തിൻ്റെ സഹതാരം PSG താരം തന്നെ, PSG ബ്രസീലിയൻ സൂപ്പർ സെൻറ്റർ ബാക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ബ്രസീൽ ടീമിന് കളിക്കും പലപ്പോഴും മിസ്റ്റേക്കുകളൊക്കെ വരുത്താറുണ്ട്. മാർക്കിഞ്ഞോസ്, ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്, അദ്ദേഹം 42. ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ 41-ാം സ്ഥാനത്തും വരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ടയറിലുള്ളവർ. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതായത് നമുക്ക് 40 മുതൽ അങ്ങോട്ടുള്ള ഒരു കണക്കിലേക്ക് പോകാം. അവിടെ വരുന്നത് പാസിംഗ് നെവർ ഗോസ് എവേ എന്ന് പറയാവുന്ന, അതായത് കളിക്കളത്തിൽ പാസുകളും മറ്റുമൊക്കെ ആയിട്ട് പ്രാധാന്യത്തോടു കൂടി കളിക്കുന്നവരായിരിക്കും പലപ്പോഴും. അവർ പക്ഷേ അത്രത്തോളം ഒരു സൂപ്പർ താര പരിവേഷത്തിലേക്ക് എത്താറില്ല. 40-ാം സ്ഥാനത്ത് കാസെമിറോ, ബ്രസീലിൻ്റെ മധ്യനിര താരം, വളരെ പ്രതീക്ഷയോടുകൂടി കാർലോ അഞ്ചലോട്ടി കാണുന്നയാളാണ്. 39 റോഡ്രി, സ്പെയിനിൻ്റെ മധ്യനിരയിൽ സുപ്രധാന റോൾ അദ്ദേഹം വഹിക്കും. 38 ജർമ്മനിയുടെ മിഡ്ഫീൽഡർ ജോഷുവ കിമ്മിച്ചാണ്. 37 ക്രൊയേഷ്യയുടെ വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ച്. 36 നെതർലൻഡ്സിൻ്റെ സെൻട്രൽ ബാക്ക് വെർജിൽ വാൻ ഡൈക്ക്. അപ്പോൾ ഇവരാണ് ആ ഒരു കാറ്റഗറിയിലുള്ളതെങ്കിൽ വൈൽഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൂട്ടത്തിലേക്ക് വന്നു പെടുന്നവർ അവർ എത്രത്തോളം മികവ് കാണിക്കുന്നുള്ളത് കണ്ടറിയണം. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം 35-ാമത് വരുന്നത് സ്വീഡൻ്റെ ഫോർവേഡ് അലക്സാണ്ടർ ഐസക്ക്. 34-ാമത് ജർമ്മനിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫ്ലോറിയൻ വേർട്സ്. 33-ാമത് ഐവറി കോസ്റ്റിൻ്റെ യാൻ ഡയമണ്ട്. 32-ാമത് ജർമ്മനിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ജമാൽ മുസിയാല. അടുത്തൊരു കാറ്റഗറിയിൽ എലൈറ്റ് സെക്കൻഡ് ഫിഡിൽ പ്ലേയേഴ്സ് എന്നാണ്. എലൈറ്റ് പ്ലേയേഴ്സിൻ്റെ കൂടെ തന്നെയാണ്, പക്ഷേ തൊട്ട് താഴെ നിൽക്കുന്നവരെന്ന രൂപത്തിൽ കണക്കാക്കുന്നവർ ഘാനയുടെ വിങ്ങർ ആൻറ്റോയിൻ സെമന്യോ 31-ാമത്, ഫ്രാൻസിൻ്റെ വിങ്ങർ ബ്രാഡ്ലി ബർക്കോള 30-ാമത്, കൊളംബിയയുടെ വിങ്ങർ ലൂയിസ് ഡയസ് 29-ാമത്, ഫ്രാൻസിൻ്റെ വിങ്ങർ ഡെസിയ ഡൂ 28-ാമത്, അർജൻറ്റീനയുടെ മുന്നേറ്റ താരം ലൗട്രോ മാർട്ടിനസ് 27-ാമത്.
പോർച്ചുഗലിൻ്റെ ഫുൾ ബാക്ക് ന്യൂനോ മെൻഡസ് 26-ാമത്, മൊറോക്കോയുടെ ഫുൾ ബാക്ക് അഷ്റഫ് ഹക്കീമി 25-ാമത്, അതുപോലെ ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റയാൻ ചെർക്കി 24-ാമത്, ബെൽജിയത്തിൻ്റെ വിംഗർ ജെർമി ഡോക്കു 23-ാമത്, അർജൻറ്റീനയുടെ മുന്നേറ്റ താരം ഹുലിൻ അൽവാരസ് 22-ാമത്. ഇനി അടുത്തൊരു കാറ്റഗറി മിഡ്ഫീൽഡേഴ്സ് നോട്ട് നെയിംഡ് പെഡ്രി എന്ന് പറഞ്ഞാൽ പെഡ്രി അല്ലാതെ പെഡ്രിയുടെ എത്രത്തോളം മികവ് കാണിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം അല്ലാതെ വരുന്ന മറ്റ് സുപ്രധാന രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ. പെഡ്രി എന്ന് ചിലരൊക്കെ അങ്ങനെ അല്ലേ, പെഡ്രിയുടെ മധ്യനിരയിലെ കളി മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് 21-ാമത് ജാവോ നവസ് മിഡ്ഫീൽഡർ പോർച്ചുഗീസ് താരം, 20-ാമത് ഇക്വഡോറിൻ്റെ മിഡ്ഫീൽഡർ മോയിസസ് കൈസേഡോ. ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുള്ളൊരു ടീമാണ് ഇക്വഡോർ. പലർക്കും പക്ഷേ അത് അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്കത് വേറെ വിശദമായിട്ട് പറയണം. 19-ാമത് ഉറുഗ്വായുടെ മിഡ്ഫീൽഡർ ഫെഡെ വാൽവർദെ, 18-ാമത് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡർ ബ്രൂണോ ഗുയിമാരസ്, 17-ാമത് പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡർ വിറ്റീഞ്ഞ, 16-ാമത് ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡർ ഡെക്ലാൻ റൈസ്. ഇനി അടുത്ത ഒരു കാറ്റഗറി ഫ്ലോഡ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാവുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ടോപ്പ് 10-ൽ പെടുന്നില്ല, പക്ഷേ ആവാം, അങ്ങനെ കളിക്കാം. 15-ാമത് ലയണൽ മെസ്സി, അർജന്റീനയുടെ താരം. മെസ്സി ടോപ്പ് 10-ലെല്ലാം ചോദിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, പ്രായവും ഇപ്പോൾ കളിക്കുന്ന ക്ലബ്ബും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വരുന്നത്. അപ്പം മെസ്സി 15-ാമത് വരുമ്പോൾ 14-ാമത് ഫ്രാൻസിൻ്റെ മുന്നേറ്റ താരം കിലിയൻ എംബാപ്പെ, 13-ാമത് ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ജൂഡ് ബെല്ലിംഗാം ആണെങ്കിൽ 12-ാമത് ബ്രസീലിൻ്റെ മുന്നേറ്റ താരം വിനി ജൂനിയറാണ്, 11-ാമത് നോർവേയുടെ മുന്നേറ്റ താരം ഏർലിംഗ് ഹാലൻഡ്. മനസ്സിലായല്ലോ, ടോപ്പ് 10-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ പിന്നിൽ വരുന്ന താരങ്ങൾ എന്ന രൂപത്തിലാണത് വരുന്നത്. അടുത്ത ഒരു കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് 10-ൽ വരുന്നവരാണ് ടയർ 1 എന്ന് പറയാവുന്നവർ, പൊട്ടൻഷ്യൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ഓൺ ദി വേൾഡ് കപ്പ് വിന്നിംഗ് ടീം. ഇവർ ഈ തവണത്തെ വേൾഡ് കപ്പ് വിജയിക്കുന്ന ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആവാൻ നല്ല സാധ്യതയുള്ളവരാണ്. 10-ാമത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നോർവേയുടെ മാർട്ടിൻ ഒഡേഗാർഡ്, 9-ാമത് ഇംഗ്ലണ്ടിൻ്റെ വിംഗർ ബുക്കായോ സാക്ക, 8-ാമത് ബ്രസീലിൻ്റെ വിംഗർ റാഫീഞ്ഞ, 7-ാമത് ഫ്രാൻസിൻ്റെ സെൻറ്റർ ബാക്ക് വില്യം സാലിബ, 6-ാമത് സ്പെയിനിൻ്റെ മധ്യനിര താരം പെഡ്രി, 5-ാമത് പോർച്ചുഗലിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ബ്രൂണോ ഫെർണാണ്ടസ്, 4-ാമത് ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റ താരം ഹാരി കെയ്ന്, 3-ാമത് ഫ്രാൻസിൻ്റെ വിംഗർ മൈക്കൽ ഒലീസെ, 2-ാമത് സ്പെയിനിൻ്റെ വിംഗർ ലാമിനെ യമാൽ, 1-ാമത് ഫ്രാൻസിൻ്റെ വിംഗർ ഓസ്മാൻ ഡെംബലെ. അപ്പോൾ ഇതാണ് ഈ വേൾഡ് കപ്പ് കളിക്കുന്ന മികച്ച 50 താരങ്ങൾ എന്ന രൂപത്തിലാണ് ESPN FC റാങ്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മുടെ ഫാനിസോ മറ്റും ഒക്കെ ഇത്തരത്തിലുള്ള റാങ്കുകളൊക്കെ ബാധിക്കാം. പക്ഷേ ഇവർ കൃത്യമായിട്ടുള്ള ഡാറ്റയും മറ്റുമൊക്കെ അനലൈസ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച 5 താരങ്ങളായിട്ട് ഈ വേൾഡ് കപ്പിൽ കാണുന്നു: 1 ഓസ്മാൻ ഡെംബലെ, 2 ലാമിനെ യമാൽ, 3 മൈക്കൽ ഒലീസെ, 4 ഹാരി കെയ്ൻ, 5 ബ്രൂണോ ഫെർണാണ്ടസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.